بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور صدق الله العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ندعوك ربي تضرعا وتذللا بأسمائك الحسنى إليك توسلا ورسولك المختار ثم ذوي العلا من أهل بدر الأكرمين إلهنا عجل بفتح منك يا رحماننا يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا عجل بفتح منك يا رحماننا عجل فاء منك يا مولانا ഏറ്റവും ആദരവുള്ള സാദാത്തുക്കളെ, വളരെയധികം സ്നേഹാദരവുള്ള ബാക്കവി ഉസ്താദ് അവറുകളെ, ഈ മഹല്ലത്തിൻ്റെ നേതൃരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാരണവന്മാരെ, മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ,
ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഈ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇരുളടഞ്ഞ ഖബറുകൾ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. ഇടുങ്ങിയ ഖബറുകൾ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ. ഏകാന്തതയിൽ സൽക്കർമ്മങ്ങൾ തുണയായി അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ പലവിധ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ സഹോദര സഹോദരികൾക്കും അവൻ്റെ മഹളായ ഫضലുകൊണ്ട്, ബദരീങ്ങളുടെ ഹഖ്ജാഹ് ബറക്കത്തുകൊണ്ട് ശിഫാവും പരിഹാരവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹല്ലത്തിലെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ സ്ഥാപിക്കുകയും അത് നിലനിർത്തുന്നതിന് അധ്വാനിക്കുകയും ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരിൽ നിന്നും ദീനിൻ്റെ ഖിദ്മയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇഖ്ലാസും തഖ്വയും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ ഉറൂസിനോട് അനുബന്ധിച്ച് നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും മിസിൽ സവാബ്, ഇതിന് നിമിത്തമായ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഹളറത്തിലേക്ക് ഹദിയയായി അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ നളറും മതതും പൊരുത്തവും ജീവിതത്തിലുടനീളം പിറകെ ഖബറിലും നാളെ ആഖിറത്തിലും നൽകി അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് തഖ്വ ഉൾക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. മഹാനായ സയ്യിദ് അഷ്റഫ് തങ്ങളുപ്പാപ്പ ആദൂർ നമുക്ക് ദുആ ചെയ്തു തരികയും വളരെ ബൃഹത്തായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുപ്പാപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറൂസിൻ്റെ മതപ്രഭാഷണ പരമ്പര തുടങ്ങിയത് മുതൽ ഇനി സമാപിക്കുന്നത് വരെ ധാരാളം സാദാത്തുക്കളും പണ്ഡിതന്മാരും ഇവിടെ വരികയും ഇതുപോലെ നിങ്ങൾക്ക് ദുആ ചെയ്യുകയും ആവശ്യമായ നസീഹത്തുകൾ നൽകുകയും ചെയ്യും.
അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും പരമാവധി അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഇതെല്ലാം ഉപകാരപ്രദമായി തീരുന്നത്. ബാഹ്യമായ അലങ്കാരങ്ങളും ബാഹ്യമായ ഭംഗിയും മാത്രമല്ല ഇതുകൊണ്ടെല്ലാം ലക്ഷ്യം. വർത്തമാനകാലത്ത് ആത്മീയമായ മേഖല വളരെയധികം ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചിരുന്ന പല ഉറൂസ് പരിപാടികളും പ്രഭാഷണ പരമ്പരകളും കേവലം പേരിൽ ഒതുങ്ങി തുടങ്ങിയിരിക്കുന്നു. എന്നാലും ഈ കാസർഗോഡ് ഭാഗത്തും കർണാടകയുടെ ഭാഗത്തും മാത്രമാണ് ഇതുപോലെയുള്ള പ്രഭാഷണ പരമ്പരകൾ തന്നെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഞങ്ങളുടെ നാടാകുന്ന മലപ്പുറം, കോഴിക്കോട്, മലബാറിൻ്റെ മറ്റ് ജില്ലകളിലൊക്കെ ഇത്തരം പരമ്പര പരിപാടികൾ തീരെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. പള്ളികളിൽ വെച്ച് പേരിന് മാത്രം നടക്കുന്ന ഉത്ബോധന പ്രസംഗങ്ങൾ, അതുപോലെ ദിക്ർ ഹൽക്കയുടെ ആമുഖമായി പറയുന്ന പ്രഭാഷണങ്ങൾ വളരെ ഭക്തിയോടെ തഖ്വയോടെ ഈ കാലത്തിനനുസരിച്ചുള്ള ഈമാനോടെ ജീവിക്കുന്ന അങ്കുലിപരിമിതമായ ആളുകൾ മാത്രം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വളരെ ചുരുങ്ങിയ വേദികൾ മാറ്റി നിർത്തിയാൽ വർഷങ്ങളോളമായി ഒട്ടുമിക്ക മുസ്ലിം മഹല്ലുകളിലും വല്ല പ്രബോധനങ്ങളോ പ്രഭാഷണങ്ങളോ വഅള് പരമ്പരകളോ നടക്കുന്നില്ല എന്നത് ഒരു സത്യമാണ്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ നിരന്തരം പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെടുകയും സംബന്ധിക്കുകയും ചെയ്ത് പരിചയമുള്ളതിനാലാണ് അത്രയും വ്യക്തമായി നിങ്ങളോട് പറയുന്നത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ മഹല്ലുകൾ, ഈ ഭാഗത്തുള്ള മുസ്ലിം മഹല്ലുകളൊക്കെ പരിപാടികളും പ്രസംഗങ്ങളും ഉപദേശങ്ങളുമൊക്കെ നടക്കുന്നു എന്നതൊരു സത്യമാണ്. പക്ഷേ ഒരു ഉറൂസ് നടക്കുന്ന സമയത്ത് ആ മഹല്ലത്തിലുള്ള എല്ലാ വീട്ടിലും കുടുംബങ്ങളും മറ്റുള്ളവരുമൊക്കെ വിരുന്ന് വരികയും ആ ഉറൂസ് പേര് പോലെ തന്നെ ഒരു മഹാ ആഘോഷമായി തീർക്കുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ മിക്ക ഉറൂസുകളിലും ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണങ്ങളിലോ മതപ്രസംഗ വേദികളിലോ ഒട്ടുമിക്ക സഹോദര സഹോദരിമാരും സംബന്ധിക്കുന്നില്ല എന്നത് വളരെയധികം
ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭാഗത്തുള്ള വലിയ വലിയ ഉറൂസുകളിലൊക്കെ ഓരോ ദിവസവും 10,000-കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും സംബന്ധിക്കുന്നുണ്ട്. കച്ചവടങ്ങളും ഷോപ്പുകളും മറ്റുള്ള കാര്യങ്ങളും വളരെ വിപുലമായി നടക്കുമ്പോൾ പേരിന് മാത്രം നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ മഹാഭൂരിപക്ഷം മുസ്ലിം സമൂഹവും പങ്കെടുക്കുന്നില്ല, കേൾക്കുന്നില്ല. ഇതൊക്കെ ആരോട് പറയാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും ഹിദായത്തും ഇൽമും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഈ മാസം ജമാദുൽ ആഖിർ, ഈ മാസത്തിൽ വളരെ പ്രഗത്ഭരായ പല മഹത്തുക്കളും വഫാത്തായ മാസമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉലുൽ അസ്മുകളിൽ നിന്ന് ബാക്കിയുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈ പ്രഗത്ഭരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ മുത്തുനബി കഴിച്ചാൽ പിന്നെ ശ്രേഷ്ഠരായ ഈ അമ്പിയാക്കൾ, അവർ കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 മുർസലീങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ 313 ബാക്കിയുള്ള മുർസലീങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ 1,24,313 കഴിഞ്ഞു ബാക്കിയുള്ള അമ്പിയാക്കൾ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മനുഷ്യരും മലക്കുകളുമായി മൊത്തത്തിൽ ശ്രേഷ്ഠരായവർ മനുഷ്യരാണ്. മനുഷ്യർക്ക് ഖാദിമീങ്ങളായിട്ടും മനുഷ്യരുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരായിട്ടുമാണ് മലക്കുകൾ. പ്രധാനപ്പെട്ട മുഖറബീങ്ങളായ മലക്കുകളും സാധാരണ മനുഷ്യരുമായി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മുഖറബീങ്ങളായ മലക്കുകളാണ്. അതേസമയത്ത് അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവരും മലക്കുകളുമായി പ്രധാനപ്പെട്ട മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് അമ്പിയാക്കൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. ആ മലക്കുകളും മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോകത്ത് ശ്രേഷ്ഠരായിട്ടുള്ളവർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളാണ്. സ്വഹാബാക്കളെപ്പോലെ സ്ഥാനവും ബഹുമാനവും ഉള്ളൊരു വിഭാഗം അമ്പിയാക്കൾ കഴിച്ചാൽ പിന്നെ ലോകത്ത് ഇല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ, ആ സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായത്
ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത 313 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 317 അല്ലെങ്കിൽ 365 ഈ സ്വഹാബികളാണ്. ഈ ബദരീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ള നിലയ്ക്ക് ശ്രേഷ്ഠരായിട്ടുള്ളവർ ഉഹുദ് ശുഹദാക്കളാണ്. ബദർ ശുഹദാക്കളും ഉഹുദ് ശുഹദാക്കളും കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്തിലെ മറ്റു ശുഹദാക്കളൊക്കെ ഒരേ മർത്തബയിൽ ഉള്ളവരാണ്. ഖന്തഖിൽ, തബൂക്കിൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയും അല്ലാതെയും യുദ്ധത്തിൽ പങ്കെടുത്ത ശുഹദാക്കൾ, ഷഹീദായിട്ടുള്ളവർ മുഴുവനും ഒരേ മർത്തബയിലാണ്. ബദരീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ശ്വാസത്തിലായി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, ഇങ്ങനെ പറയപ്പെട്ട അൽ അശറത്തുൽ മുബശ്ശറ. അങ്ങനെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ അശറത്തുൽ മുബശ്ശരീങ്ങളെ കൂട്ടത്തിൽ 6 പേരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ മുൻപ് മിമ്പറിൽ നിന്നുകൊണ്ട് പ്രത്യേകം തൃപ്തി അറിയിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തൊട്ട് ഞാൻ സംതൃപ്തനാണ്. ഉമറുൽ ഫാറൂഖിനെ തൊട്ട് ഞാൻ സംതൃപ്തനാണ്. റളീതു അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 4 ഖുലഫാ ഉർ റാഷിദീങ്ങളെ പറഞ്ഞതിന് പിറകെ മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അവരെ തൊട്ടും ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട 6 പേർ. ഈ 6 പേരിൽ ഏറ്റവും ശ്രേഷ്ഠരായ 4 ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള 2 പേർ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇവർ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ ജമാദുൽ ഉഖ്റ ഈ മാസത്തിലാണ്, ജുമാദുൽ ഉഖ്റയിലാണ്. അതേപോലെ മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അവർ 2 പേരും വഫാത്തായത് ഈ ജുമാദുൽ ഉഖ്റ 12-നാണ്, ഈ മാസത്തിൽ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും തുൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങളെയും മുസ്ലിമായതിൻ്റെ പേരിൽ ഒരേ കയറിൽ കൂട്ടിക്കെട്ടിയിട്ട് അവരുടെ കുടുംബം മർദ്ദിച്ചതിനാൽ അൽ ഖരീനാനി എന്ന് 2 പേർക്കും ഒരു പേരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പ്രത്യേകമായിട്ട് ദുആ ചെയ്ത അനുഗ്രഹിച്ച സ്വഹാബിയാണ്
ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഏറിയ പ്രതിസന്ധിയും പരീക്ഷണവും അനുഭവിക്കേണ്ടി വന്ന യുദ്ധമായിരുന്നല്ലോ ഉഹുദ് യുദ്ധം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞതറിയുന്നത് പോലെ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതുകൊണ്ട് ഉഹുദിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടപ്പോൾ തന്നെ 2 പടയങ്കി ധരിച്ചിരുന്നു. ഇരുമ്പിൻ്റെ 2 കുപ്പായം. ഇരുമ്പിൻ്റെ 2 കുപ്പായം ഒരാൾ ധരിച്ചാൽ എങ്ങനെയുണ്ടാകും? ആ 2 കുപ്പായത്തിൻ്റെ ഭാരം കൊണ്ടും അതിൻ്റെ ഖനം കൊണ്ടും ഉയരത്തിലേക്ക് കയറാൻ കഴിയുമായിരുന്നില്ല. ഒരു വേള സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി കേട്ട് അവരൊക്കെ പരിഭ്രമിച്ച് ഓർക്കാപുറത്ത് ഓടിപ്പോയപ്പോൾ ഒരു പാറയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് അവിടുന്ന് വാളെടുത്ത് യുദ്ധം ചെയ്ത് സജീവമാകാൻ പാറപ്പുറത്തേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് മുത്തുനബിക്ക് സാധിക്കുന്നില്ല ഈ 2 കുപ്പായം കൊണ്ട്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 ചുമലുകൾ വെച്ചുകൊടുത്ത് തൻ്റെ ചുമലിൽ കയറിയിട്ടാണ് ആ പാറപ്പുറത്തേക്ക് കയറിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഴിയിൽ വീണ് രക്തം ഒലിക്കുന്ന സന്ദർഭത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുത്തുനബിയെ ചുമന്നുകൊണ്ടുപോയി പർവ്വതത്തിന് മുകളിലുള്ള ഗുഹയിൽ കൊണ്ടുപോയി കിടത്തിയതും മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ആണ്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിച്ചായതറിഞ്ഞ ശത്രുക്കൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനരികിലേക്ക് പാറ്റകൾ വന്നടുക്കുന്നത് പോലെ തങ്ങൾക്കെതിരെ തുരുതുര അമ്പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പരിച കൊണ്ടും തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ടും തടഞ്ഞു വെച്ച് തൻ്റെ പരിച പൊട്ടിയ സമയത്ത് സ്വന്തം കൈകളെ കൊണ്ട് ആ അമ്പുകൾ മുഴുവനും തടുത്തു നിർത്തി ബഹുമാനപ്പെട്ടവരെ കൈ കുഴഞ്ഞു പോയിരുന്നു. പിന്നീട് തൻ്റെ കൈ ആ രൂപത്തിലായിരുന്നു. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത സഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ളത് അങ്ങ് ബഗ്ദാദിലാണ്, ആ ഭാഗത്താണ്, ഇറാഖിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പെട്ട സ്വഹാബിയാകുന്ന ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സമീപത്താണല്ലോ നിൽക്കുന്നത് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് വല്ലാത്ത ആവേശമാണ്. തീർച്ചയായിട്ടും സ്വർഗമല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയല്ലേ. പിൽക്കാലത്ത് വാഖിഅത്തുൽ ജമൽ നടക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തങ്ങളും സുബൈറുൽ അവ്വാം റളിയല്ലാഹു അൻഹു തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കൂടി പരമാവധി സ്വഹാബികൾക്കിടയിലുള്ള സ്വഹാബത്തിനിടയ്ക്കുള്ള യുദ്ധം ഇല്ലായ്മ ചെയ്യണം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ മുട്ടിൻകാലിൽ അവിചാരിതമായിട്ടൊരു അമ്പ് വന്ന് തറയ്ക്കുകയും തൻ്റെ മുട്ടിൻകാലിൽ കൂടി തുളച്ചു കയറി രക്തങ്ങൾ ഒലിച്ച് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു ആ സംഭവത്തിലാണ് ഷഹീദായത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുബൈറുൽ അവ്വാം റളിയല്ലാഹു അൻഹു തങ്ങളും ആ സംഭവത്തിലാണ് ഷഹീദായത്.
ഞാൻ ചരിത്രം പറയുകയല്ല. അങ്ങനത്തെ വലിയ വലിയ മഹത്തുക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഷഹീദായി വഫാത്തായി. അവരെ ആണ്ടും അനുസ്മരണവും നടക്കുന്ന മാസമാണ് ഈ മാസം. ധാരാളം പണ്ഡിതന്മാരും മറ്റ് ഔലിയാക്കളും ഈ മാസത്തിൽ വഫാത്തായിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തവും ഗുരുത്വവും നമുക്ക് നൽകുമാറാവട്ടെ. ആ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞ ഉപദേശങ്ങൾ ലോകത്തെ എല്ലാ കാലത്തും ഇൽമ് പ്രചരിപ്പിച്ചത് ബഹുമാനപ്പെട്ട സാദാത്തുക്കളാണ്. ആ സാദാത്തുക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പകരക്കാർ. ബഹുമാനപ്പെട്ട യഹ്യ സാഹിദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട യഹ്യ സാഹിദ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ നിന്ന് ബഗ്ദാദ് വഴി കടന്നു പോകുന്നു, ഒരു യാത്ര പോകുന്നു എന്ന വിവരം ബഗ്ദാദിലെ ആലിമീങ്ങൾ അറിഞ്ഞു. അന്ന് ലോകത്ത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം ബഗ്ദാദാണ്. ആ ബഗ്ദാദിലൂടെ യഹ്യ സാഹിദ് എന്നവർ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ബഗ്ദാദിലെ 400ഓളം പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ബഹുമാനപ്പെട്ട യഹ്യ സാഹിദ് തങ്ങളെ ഒന്ന് സ്വീകരിക്കണം, തങ്ങളോട് ഇവിടെ ഒന്ന് ഇറങ്ങാൻ പറയണം, എന്തെങ്കിലും ഒരു അറിവ് ചോദിക്കണം, നമുക്കൊരു ഉപദേശം ചെയ്യാൻ വേണ്ടി പറയണം. അതൊരു തങ്ങളുപ്പാപ്പയുടെ ഒരു ഉപദേശം ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട യഹ്യ സാഹിദ് തങ്ങളുപ്പാപ്പ ബഗ്ദാദിൽ പോകുന്ന വഴിയിൽ ഈ 400ഓളം പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി തടഞ്ഞു നിർത്തി. ഒട്ടകത്തിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന കൂടാരത്തിനുള്ളിൽ നിന്ന് യഹ്യ സാഹിദ് തങ്ങൾ ഇറങ്ങിയില്ല. അവസാനം പണ്ഡിതന്മാർ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഉപദേശം, അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, അവിടുന്ന് പറയുന്ന ഒരു ഹദീസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഉടനെ മഹാനായ യഹ്യ സാഹിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയുണ്ടായി, അഖ്ബറനി അബി അസ്സയ്യിദ് മൂസൽ കാളിം റളിയല്ലാഹു അൻഹു ഖാല അഖ്ബറനി അബി السيد جعفر الصادق رضي الله عنه قال أخبرني أبي السيد محمد الباقر رضي الله عنه قال أخبرني أبي السيد زين علي زين العابدين رضي الله عنه قال أخبرني أبي السيد حسين بن علي رضي الله عنه قال أخبرني أبي السيد علي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من قال لا إله إلا الله مستيقنا بها قلبه دخل الجنة. മഹാനായ യഹ്യ സാഹിദ് എന്നവർ പറയുന്നു, എൻ്റെ ഉപ്പ സയ്യിദ് മൂസൽ കാളിം റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു,
ഖാല അവർ പറഞ്ഞു അഖ്ബറനി അബി അസ്സയ്യിദ്, എൻ്റെ ഉപ്പ സയ്യിദ് ജഅ്ഫറുൻ സ്വാദിഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. ഖാല അഖ്ബറനി അബി അസ്സയ്യിദ് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു. അവർ പറഞ്ഞു ഖാല അഖ്ബറനി അബി അസ്സയ്യിദ് അലി സൈനുൽ ആബിദീൻ, എൻ്റെ ഉപ്പ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ സന്താന പരമ്പരകളുടെ കൂട്ടത്തിൽ ഗർഭലയിൽ വെച്ച് കൊല്ലപ്പെടാതെ ബാക്കിയായ ഏകമകൻ മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങളാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങളെ മക്കളാണ് ഹുസൈനി പരമ്പരയിൽ ഇന്ന് ജീവിക്കുന്ന സാദാത്തുക്കൾ മുഴുവനും. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ വേറെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 8 മക്കളിൽ ജീവിച്ചിരിക്കുന്ന ഗർഭലയിൽ കൊല ചെയ്യപ്പെടാത്ത ഏകമകൻ മഹാനായ സയ്യിദ് അലി സൈനുൽ ആബിദീൻ തങ്ങളാണ്. അവർ പറഞ്ഞു എൻ്റെ ഉപ്പ സയ്യിദ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവർ പറഞ്ഞു എൻ്റെ ഉപ്പ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്ർ, ഈ വാക്ക് ഒരാൾ ചൊല്ലിയാൽ മുസ്തൈഖിനൻ ബിഹാ ഖൽബു, ഹൃദയത്തിൽ ഉറപ്പിച്ചവനായിട്ട്, ഹൃദയത്തിൽ അതിൻ്റെ ആശയം തീർത്തും ഉൾക്കൊണ്ടവനായിട്ട് ഈ വചനം ഒരാൾ ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ പ്രവേശിക്കും, നല്ല സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു. ഈ ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ 400 പണ്ഡിതന്മാരും പറഞ്ഞു മതി മതി, ഇതിനേക്കാൾ വലുത് ഞങ്ങൾക്ക് എനിക്ക് കിട്ടാനില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിൽ കൂടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മക്കളിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന ഈ ഹദീസ് ഇത് ഈ സാദാത്തുക്കളെ ബറക്കത്ത് കൊണ്ട്, അവരെ പേര് പറഞ്ഞാൽ തന്നെ, ആ പരമ്പരയുടെ സനതയുടെ പേര് പറഞ്ഞാൽ തന്നെ അവൻ രക്ഷപ്പെടും, ബറക്കത്തെടുക്കാൻ പറ്റുമെന്ന് ഈ 400 പണ്ഡിതന്മാരും ഏകകണ്ഠമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര, അവരുടെ പേര് പറഞ്ഞാൽ തന്നെ മതി, അവൻ്റെ ഈമാൻ പൂർത്തിയാവുകയും ഈമാൻ രക്ഷപ്പെടുകയും ചെയ്യും. ഹൃദയത്തിൻ്റെ കണ്ണിന് വെളിച്ചമുണ്ടെങ്കിൽ, ഹൃദയം പ്രകാശിക്കുന്നുവെങ്കിൽ, ഹൃദയത്തിനകത്ത് ഈമാനുണ്ടെങ്കിൽ, ആ സാദാത്തുക്കളാണ് എല്ലാ കാലത്തും ലോകത്ത് ഇൽമു പ്രചരിപ്പിച്ചത്, ഇൽമു നൽകിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും എന്നെപ്പോലത്തെ ആളുകളും പറയുന്നത് പോലെയല്ല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സാദാത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മഹത്വമാണ്, അതിന് വലിയ പ്രത്യേകതകളാണ്, അത് ഉൾക്കൊണ്ടാൽ വലിയ ബറക്കത്താണ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. മറിച്ച് സാദാത്തുക്കളും അതുപോലത്തെ മഹാന്മാരുമൊക്കെ പറഞ്ഞത് നമ്മൾ ചെവി കൊടുക്കാതെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിപ്പോകും എന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ മുസ്തഖീമായ വഴിയിൽ കൂടി വഴി നടത്തി തരുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുനിയാവ്
പളവളപ്പിൻ്റെ ഒരു ലോകമാണ്. ഇത് ഇന്നിങ്ങനെ സുഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തല്ലേ സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. 3 തവണയെങ്കിലും ഓതണം എന്നതാണ്. 3 തവണ പോയിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിക്കുകയാ, ഇന്ന് 1 തവണയെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് ഓതിയിട്ടുണ്ടോ? വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞ രാവ് 1 പ്രാവശ്യമെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് ഓതിയിട്ടുണ്ടോ? ഫത്ഹുൽ മീൻ പോലെയുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇക്സാർ അധികരിപ്പിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക, കഹ്ഫ് സൂറത്ത് പാരായണം അധികരിപ്പിക്കുക. കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യലാണ് ഈ രാത്രിയിലും പകലിലും മറ്റ് സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. അതിൽ തർക്കമില്ല. ആ സൂറത്തിൽ നമ്മൾ പഠിച്ചു പോയില്ലേ? ഞാൻ ചോദിക്കുന്നു, 10, 30, 35, 50, 60 വയസ്സായ ആളുകൾ, 65, 70 വയസ്സായ ആളുകൾ അന്ന് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരിക്കലെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് ഓതൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കാൽ ആളുകൾക്കും ഇത് മനഃപ്പാഠമായിട്ടുണ്ടാവില്ലേ? സൂറത്തുൽ കഹ്ഫ് മനഃപ്പാഠമായിട്ടുണ്ടാവില്ലേ? അതിൽ നിങ്ങൾക്കറിയില്ല, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽമാലു സമ്പത്തും വൽ ബനൂന ആൺമക്കളും, സമ്പത്തും ആൺമക്കളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ ഐഹിക ജീവിതത്തിൻ്റെ ആഡംബരമാണ്. സമ്പത്ത് ആഡംബരമാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾ ആഡംബരമാണ്. പെൺകുട്ടികൾ അങ്ങനെയല്ല. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്നും ശേഷിക്കുന്ന സ്വാലിഹത്തായ അമലുകൾ. അതിന് പറഞ്ഞ തഫ്സീർ എന്താ? സുബ്ഹാനല്ലാഹി സവാബൻ വ ഖൈറുൻ അമല. പ്രതിഫലത്താലും നാളെ പ്രതീക്ഷിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളതും ഈ ദിക്റുകളാണ്. അള്ളാഹുവിനുള്ള ഈ ദിക്റുകളാണ്. അത്തരം ദിക്റുകളാണ്, ഓർമ്മകളാണ് നാം എപ്പോഴും കൊണ്ടു നടക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമ്പത്ത് വാരിക്കൂട്ടുന്നതിന്, സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ഏത് ഹലാലായാലും വേണ്ടിയില്ല, ഹറാമായാലും വേണ്ടിയില്ല, സമ്പത്തുണ്ടാക്കണം എന്ന ഒരു ചിന്തയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു മനുഷ്യൻ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് സമ്പത്ത് എങ്ങനെ കിട്ടിയാലും വേണ്ടിയില്ല എന്ന ചിന്ത. ഹലാലായ മാർഗത്തിലൂടെയായാലും വേണ്ടിയില്ല, ഹറാമായ മാർഗത്തിലൂടെയാണെങ്കിലും വേണ്ടിയില്ല, സമ്പത്ത് കിട്ടിയാൽ മതി. അത് ഹലാലും ഹറാമും ഒക്കെ ആര് നോക്കുന്നു? ഈ നിലപാടിലാണ് ഒരു മനുഷ്യൻ സമ്പത്തുണ്ടാക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ആഖിബത്ത് മോശമായി മരിക്കുമെന്നതിന് അടയാളമാണ്. ഇബ്നു ഹജർ ഹൈമത്തമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവാജിറിൽ രേഖപ്പെടുത്തിയത് കാണാം. അതേ, ഈമാൻ നട്ടുപെട്ടു പോകുന്ന 3-4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ, ആ കാര്യങ്ങൾ തന്റെ ജീവിതത്തിലുണ്ടോ, അവൻ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുകയില്ല. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് വാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കുന്ന മനുഷ്യൻ, വാങ്ക് പറഞ്ഞ് ഇജാബത്ത് ചെയ്യാത്ത മനുഷ്യൻ, അതേ വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യരുത്,
വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അടങ്ങി നിന്ന് ആ വാങ്ക് സാഗൂതം കേൾക്കണം, ജവാബ് കൊടുക്കണം. ഇനി ജവാബ് അതേ ഏകാന്തതയുടെ ഖബറില്, അതേ ഇടുങ്ങിയ ഖബറുകൾ എത്ര കാലമായി അവർ കിടക്കാൻ തുടങ്ങിയിട്ട് അവരൊക്കെയും ചിന്തിക്കുകയാ, എന്നാണ് ഈ ഇസ്രാഫീലൊന്ന് കാഹളത്തിലൂതുക, എന്നാണെന്ന് പുറത്തു വരാൻ പറ്റുക. ഞാൻ ചോദിക്കുന്നു, മോനെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും, അല്ലാഹ് കാക്കട്ടെ, ആരെങ്കിലും ഏതെങ്കിലും ഒരു ജയിലുകളിൽ അകപ്പെട്ടാൽ, ഒരു സെല്ലിൽ കൊണ്ടുപോയി നമ്മൾ അറസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ഓർത്തു നോക്കൂ, സെല്ലിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അവിടെ കിടക്കാൻ സൗകര്യമുണ്ട്, അവിടെ നമുക്ക് ബാത്റൂം സൗകര്യമുണ്ട്, ഉദ്ദേശിച്ച രൂപത്തിലല്ലെങ്കിലും അതെല്ലാം ഒരു ചെറിയ രൂപത്തിലൊക്കെ നടക്കുന്നുണ്ട്. പലരെയും നമ്മൾ കാണുന്നുണ്ട്, വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്, ഇടക്കിടക്ക് കുടുംബക്കാര് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാലും ജീവപര്യന്തമോ അല്ലെങ്കിൽ 4-5 കൊല്ലമോ ഒരു സെല്ലിൽ നമ്മളെ കൊണ്ടുപോയിട്ടാൽ അല്ലാഹ്, എന്നാണ് ഇവിടുന്ന് ഒരു മോചനം കിട്ടുക? എന്നാണെന്ന് പുറത്തിറങ്ങാൻ പറ്റുക? പരേഡ് മുഴുവനും നമ്മൾ മുതലാക്കുന്നു. എന്നാലും എന്തൊരു പ്രയാസമാ! ഈ പ്രയാസം ശരിക്കും മനസ്സിലാക്കിയ മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മോനെ, നിന്റെ ഉപ്പുപ്പ മരിച്ചിട്ട് കൊല്ലമെത്രയായി? ആ ഉപ്പുപ്പ കിടക്കുന്ന ഖബറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കാലമായി ഉപ്പുപ്പ ഖബറിൽ കിടക്കുന്നു? അവിടെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ സൗകര്യമില്ലല്ലോ, ഉദ്ദേശിച്ചതുപോലെ ഭക്ഷണം കിട്ടുന്നില്ലല്ലോ, തീരെ വെളിച്ചമില്ലല്ലോ, വിവരങ്ങൾ അറിയുന്നില്ലല്ലോ, ആരും അവിടെ സമീപിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നവരാണ് ഒറ്റമിക്കവും നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളുമാണ്. ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, ഉമ്മാമ്മമാരുണ്ട്. അവരരികിൽ കൂടി ഇങ്ങനെ പോകുമ്പോ തമുറുഖരിബി ജനബതി ഖബരി കഅന്ന ഖരിബി ലം യരിഫുനി. എന്റെ ബന്ധുക്കളാണല്ലോ നടന്നു പോകുന്നത്, എന്റെ പ്രിയപ്പെട്ട മോനാണല്ലോ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്റെ മനുഷ്യനാണല്ലോ നടന്നു പോകുന്നത്. അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഹലാല് ഹറാമില്ലാതെ സമ്പാദിച്ചത്, അവർക്ക് വേണ്ടിയാണല്ലോ സുന്ദരമായ വീട് വെച്ചു കൊടുത്തത്, അവർക്ക് വേണ്ടിയാണല്ലോ എന്റെ ജീവിതം ഞാൻ തൊലച്ചത്. ഇന്ന് അവർ യഥാ കടന്നു പോകുന്നു. അവർ ചിരിച്ചും കളിച്ചും. ഇതുകൊണ്ടാണ് ആത്മജ്ഞാനികൾ പറഞ്ഞത്, ചിരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് പള്ളി, ശ്മശാനം കേട്ടോ, മക്ബറ കേട്ടോ. മക്ബറയിൽ എങ്ങനെയാ ചിരിക്കാൻ കഴിയുന്നത്? ഞാൻ ചോദിക്കുന്നു, ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്വന്തം ഉപ്പാപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലമെത്രേ, ഉമ്മാപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലമെത്രേ, തന്റെ ബന്ധുക്കളും മറ്റുള്ള ഉറ്റവരും ഉടയവരും കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലമെത്രേ. ഒന്ന് ചിന്തിച്ചാൽ ചിരിക്കാനൊക്കുമോ? തമാശ പറയാനൊക്കുമോ? സാധിക്കുമോ? എന്റെ കുടുംബക്കാരും ബന്ധുക്കളും കടന്നു പോകുന്നു എന്റെ അരികിലൂടെ. കഅന്ന ഖാരിബി
ലം യഅരിഫൂനി, അവർക്ക് എന്നെ അറിയാത്ത പോലെ, പരിചയമില്ലാത്ത പോലെ, ഒരു പരിചയവുമില്ലാത്തതുപോലെ, ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർക്ക് ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് സമ്പാദിച്ചു വച്ചതു ഞാനാ, അവരെ വളർത്തിയതു ഞാനാ, വിദ്യാഭ്യാസം കൊടുത്തത് ഞാനാ, അവർക്ക് വേണ്ട വീട് വെച്ചു കൊടുത്തത് ഞാനാ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഞാനാ. എന്നെ അവർക്ക് തീരെ പരിചയമില്ലല്ലോ എന്ന് ഈ കബറാളികൾ പറയുമെന്ന് ആത്മജ്ഞാനികൾ എഴുതി വെച്ചില്ലേ പദ്യരൂപത്തിൽ. മോനെ, എന്നാൽ എത്ര കൊല്ലമായി അവര് കിടക്കുന്നു, അവര് ചിന്തിക്കുന്നത് എന്താ? എന്നാണിതൊന്ന് തീർന്നു കിട്ടുക, എന്നാണ് സൂറെന്ന കാലത്തിലെന്നൊന്നൂതുക, എന്നാണ് ഇസ്രാഫീലൊന്ന് വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ അതേ വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇസ്രാഫീൽ എന്ന മലക്കൊരൊറ്റ വിളിയാ വിളിക്കുന്നത്. ആ ഒരൊറ്റ വിളി വിളിക്കുന്നതോടുകൂടി അവരെ എഴുന്നേൽക്കുന്നു. ശവകുടീരങ്ങളിൽ നിന്ന്, കല്ലറകളിൽ നിന്ന്, അവരുടെ കബറുകളിൽ നിന്ന് പുറത്തു വരുന്നു. പുറത്തു വന്നു കഴിഞ്ഞാൽ യൻസിലൂൻ, ദ്രുതഗതിയിൽ അവരോടുകയാണ്. വളരെ സ്പീഡിൽ അവർ പിന്നീട് നടക്കുകയാണ്. 1000 കൊല്ലം ആ ഇരുത്തം അവിടെ ഇരിക്കുകയാണ്. കബറ് പൊട്ടിപ്പുറത്ത് വന്നതാണ്. പിന്നെ അവരങ്ങോടുകയാണ്. അപ്പുറത്തെന്റെ ഉമ്മയാ, എന്റെ ഉപ്പയാ, എന്റെ പ്രിയപ്പെട്ട മക്കളാ, എന്റെ ഭാര്യയാ, എന്റെ സ്വന്തക്കാരാ, ഇതൊന്നും നോട്ടമില്ല. ആരും ആരെയും ഓർക്കാതെ ചിന്തിക്കാതെ അങ്ങ് ഓടുകയാ. അതേ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അതിഭയങ്കരമായൊരു തീ പ്രത്യക്ഷപ്പെടുന്നു. ആ തീയെ ഫോളോ ചെയ്തുകൊണ്ട് ഓടുകയാണ്. ഓടുന്ന സമയത്ത് പലരുമുണ്ട്. ആ കബറിന്റെ സമീപത്ത് സുന്ദരമായ വാഹനങ്ങൾ വന്നു നിന്ന് ആ വാഹനപ്പുറത്തേറിപ്പോകുന്നവരുണ്ട്. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും അവർക്ക് പ്രത്യേകം വാഹനങ്ങൾ തയ്യാറാക്കി ഒരടി പോലും നടക്കാതെ വാഹനപ്പുറത്ത് പോകുന്നവരുണ്ട്. അതേ അവനവൻ ഒഴുകിയത്തറുത്തിരിക്കുന്ന ബലിമൃഗങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കുദ്റത്ത് കൊണ്ട് ആ മൃഗങ്ങളെ ആ ഖബറിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്നു. അതിലേറിയിട്ടവര് പോകുന്നു. അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൻ നബയിൽ പറയുന്നു, ഉമയും ഫഗ്ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് സുബഹി നിസ്കാരാനന്തരം പള്ളിയിലിരിക്കുന്നു. സുബഹി നിസ്കരിച്ചാൽ സൂര്യോദയം വരെ ആ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ ഇരിക്കൽ സുന്നത്താണ്. ഒരു കാമിലായ ഹജ്ജത്തും ഉംറ, ഒരു കാമിലായ ഹജ്ജ് ചെയ്തിരിക്കുന്ന പ്രതിഫലമാണ്. അത്ര പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇന്ന് ഉംറക്ക് പോകാനും ഹജ്ജിന് പോകാനും ഒക്കെ ആളുകൾക്ക് വലിയ തിടുക്കമാണ്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ഉംറക്ക് പോണം, ഉംറക്ക് പോണം, ഉംറക്ക് പോണം. ആ ഉംറ ചെയ്യുമ്പോൾ അതിനുള്ള നിയമങ്ങളൊന്നും പാലിക്കപ്പെടാതെ, മഹറമായ പുരുഷൻ കൂട്ടിനില്ലാതെ, തന്റെ ഭർത്താവില്ലാതെ, ഹറാമായ കാര്യങ്ങൾ എന്തെന്നറിയാതെ നുന്നത്തായ ഉംറക്കും അല്ലാതെയും സിയാറത്തിനുമൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ?
കുറേ സഹോദരിമാര് നമ്മുടെ വഅദ് കേൾക്കുന്നുണ്ടല്ലോ. സഹോദരിമാർക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ, വിഭവസമൃദ്ധമായ ഭക്ഷണം തരുന്നുണ്ടല്ലോ, ഉസ്താദുമാരെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതേ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ഉമ്മമാരെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, ഫാത്തിമ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഏറ്റവും കരണീയം എന്താണ്? ഏറ്റവും പ്രകൃതിപരമായിട്ട് ഖൈർ എന്താണ്? എന്താണ് ആ പെണ്ണിന് ഏറ്റവും നല്ല ഖൈർ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വർഗത്തിലെ തമ്പുരാട്ടിയല്ലേ, മുത്തുനബിന്റെ മോളല്ലേ, ഈ കറയപ്പെട്ട സാദാത്തുക്കളുടെ മുഴുവനും മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, എന്തിനേറെ പറയണം ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുപ്പാപ്പ്, ഹസൻ തങ്ങളുപ്പാപ്പ് മുതൽക്കുള്ള സർവ സാദാത്തുക്കൾക്കും ജന്മം കൊടുത്ത ബഹദി ബീബി ഫാത്തിമ, ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമെന്ന് പഠിപ്പിച്ച ഫാത്തിമ അവിടെന്ന് പറയുന്നു, ഉപ്പാ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ സ്വന്തം ശരീരത്തെയും ശരീരഭാഗങ്ങളെയും മറച്ച് വീടുകളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിനോളം ഖൈറ് മറ്റൊന്നുമില്ല. സ്ത്രീകൾക്ക് ഖൈറ് വീട് തന്നെ. ബഹുമാനപ്പെട്ട മുത്തുനബിക്കൊത്ത മോളാണ്, തങ്ങളെ ഇഷ്ടത്തിനൊത്ത മോളാണ്, തങ്ങളെ നിലപാടിനൊത്ത മോളാണ്. അത് പറഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോളെ ഫാത്തിമ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കുദ്റത്ത് എന്ന കൈവശമാണ്, അവനാണ് സത്യം, അല്ലാഹയാണ് സത്യം. അതേ ഇമ്രാത്തുൻ, ഒരു പെണ്ണും തന്നെ തേടിയിട്ടില്ല, ഒരു പെണ്ണും അല്ലാഹുവിന്റെ പ്രീതി തേടിയിട്ടില്ല. ഇല്ലാ അയ്യസ്തുറഹാ ഇല്ലാ യസ്തതിറ ഫീ ബൈതിഹാ വയുതീഅ സൗജഹാ. ഒരു പെണ്ണിനും ചെയ്യാനില്ല അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും തേടിയിട്ട് ഒരു പെണ്ണിനും ചെയ്യാനില്ല. അല്ലാഹ് തന്റെ വീട്ടിൽ അടങ്ങി മറഞ്ഞു നിൽക്കുന്നതിനോളം, തന്റെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നതിനോളം റബ്ബിന്റെ തൃപ്തി കിട്ടാൻ മറ്റൊന്നും ഒരു പെണ്ണിന് ചെയ്യാനില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നൽ മർഅത ഇദാ ഖറജത്, ഒരു പെണ്ണ് വീട് വിട്ടിറങ്ങിയാൽ തഖൂലു അഹ്ലുഹാ, വീട്ടിലെ പെണ്ണിന്റെ ആളുകൾ ചോദിക്കും, കുടുംബക്കാര് ചോദിക്കും, ബന്ധുക്കൾ ചോദിക്കും, എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷേ മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ രോഗസന്ദർശനത്തിന് പോകുന്നു, അല്ലെങ്കിൽ സിയാറത്തിന് പോകുന്നു. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. ആദ്യം അതിനൊക്കെ പോകുന്നു. പിന്നീട് മുത്തുനബി പറയുന്നു, അവൾ കൈകളങ്ങി കയറ്റിയിട്ട് സർവ കാര്യങ്ങൾക്കും പെണ്ണ് പുറത്തോ, ടൗണുകളിൽ നിറച്ച് പെണ്ണുങ്ങളോ, തുണിഷോപ്പിൽ നിറച്ച് പെണ്ണുങ്ങളോ, എല്ലാ
എല്ലാവിധ വേണ്ടാത്ത വേദികളിലും പെണ്ണുങ്ങളോ, ഹോസ്പിറ്റലിൽ മുഴുവനും പെണ്ണുങ്ങളോ. അതേ ഉപ്പയെ കൊണ്ടുപോവാൻ, ഉമ്മയെ കൊണ്ടുപോവാൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിനും പിന്നെ പെണ്ണങ്ങ് പുറത്തിറങ്ങലോ. ഇത് ഞാൻ പറഞ്ഞതല്ല. ആരാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നത്? ആരാണ് നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശം തന്നത്? ആരാ നിങ്ങൾക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു തന്നത്? ആരാ നിങ്ങൾക്ക് അനന്തരാവകാശം തന്നത്? മെൻസസുള്ള പെണ്ണിന് വീട് വിട്ടിറങ്ങേണ്ടതില്ല, ആ വീട്ടിൽ തന്നെ ഭർത്താവിനോടൊന്നിച്ച് കിടക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാരാ? പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ ആ പെണ്ണ് പുറത്ത് കിടക്കേണ്ടിയിരുന്നു, വേറെ ചളയിൽ പോയി കിടക്കേണ്ടിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ അകത്തുനിന്ന് പറ്റിയിരുന്നില്ല, ഭർത്താവിന്റെ കൂടെ കിടക്കാൻ പറ്റിയിരുന്നില്ല, അകത്ത് നിൽക്കാൻ പറ്റിയിരുന്നില്ല. അത്തരം അടിച്ചമർത്തലുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വാങ്ങിത്തന്ന തങ്ങള് പറയുകയാ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീടുകളിൽ അടങ്ങി നിൽക്കുന്നതിനോളം പുണ്യമുള്ള മറ്റൊന്നില്ല. എല്ലാ ബന്ധുക്കളരികിലേക്കും, എല്ലാ മരിച്ച വീടുകളിലേക്കും, എല്ലാ രോഗികളെ സന്ദർശിക്കുവാനും പെണ്ണുങ്ങൾ പോകേണ്ടതില്ല. അതേ, അറിയപ്പെട്ട മഹാന്മാര്, സ്വാലിഹീങ്ങള്, ഔലിയാക്കള് അവരുടെ മക്ബറയിൽ സിയാറത്തിന് പോകുന്നതിന് വിരോധമില്ല. പക്ഷേ ആ പെണ്ണ് തന്റെ വീട്ടിൽ നിന്നിറങ്ങി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഒരന്യ പെണ്ണ് തന്നെ കണ്ടുകൂടാ, ഒരന്യപുരുഷൻ തന്നെ കണ്ടുകൂടാ, ഒരന്യപുരുഷനെ താൻ കണ്ടുകൂടാ. അതിന്റെ പേരാണ് ഫിത്തിന. ഫിത്തിനയെ ഭയപ്പെട്ടോ ഇതൊന്നും നല്ലതല്ല, പുണ്യമല്ല. ഫിത്തിന എന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷൻ ഇങ്ങോട്ട് കാണുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് കാണുകയോ ചെയ്യല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പെണ്ണിനൊന്നും പുണ്യമില്ല. തകർന്നു പോകരുത് ഉമ്മ, തളർന്നു പോകരുത് ഉമ്മ, ഹബീബിനെ മറക്കരുത് ഉമ്മ. ഹബീബിന്റെ ആത്മാവ് മക്ക മദീനയിൽ കിടന്നിട്ട്, ആറോടത്തെ ഹുജറത്തു ശരീഫയിൽ കിടന്നിട്ട് പെടപെടക്കുകയോ. ഫാത്തിമ ബീവി ജന്നത്തുൽ ബഖീയിൽ കിടന്നിട്ട് ഇന്നത്തെ പെണ്ണുങ്ങളെ ചുറ്റുപാടുകൾ കണ്ടിട്ട് പെടപെടക്കുകയോ. സുബ്ഹാനല്ലാഹ്. രാഷ്ട്രീയത്തിന്റെ വേദികളിൽ മുഴുവനും, രാഷ്ട്രീയത്തിന്റെ മറ്റു പരിപാടികളിൽ മുഴുവനും, ശിങ്കാരിമേളകളിൽ മുഴുവനും, കല്യാണങ്ങളിൽ മുഴുവനും, മഞ്ഞക്കല്യാണത്തിനും മറ്റേ കല്യാണത്തിനുമൊക്കെ പെണ്ണുങ്ങൾ പൊടി പൊടിക്കുകയോ. മുത്തുനബി നിങ്ങളെ കാണുന്നുണ്ട്, ഹബീബ് അറിയുന്നുണ്ട്. നിങ്ങൾ എന്തിന് പോകണം മുത്തുനബിന്റെ മുമ്പില്? നിങ്ങൾ എന്തിന് പോകണം മുത്തുനബിന്റെ റൗളയില്? നിങ്ങൾ എന്തിന് പോകണം റബ്ബിന്റെ ഭവനത്തിൻ മുൻപില്? ചെയ്യല്ല. ഓ സഹോദരിമാരെ, ഞാൻ പറയുന്നത് കെട്ടുകഥകളല്ല, ഞാൻ നോവലുകളല്ല, ഞാൻ വെറുതെ ആനിമീങ്ങളെ എഴുതി വെച്ചതല്ല. ഹബീബ് റസൂലുള്ളാഹ് പറഞ്ഞ സത്യങ്ങളോ. സുബ്ഹാനല്ലാഹ്. ആയിഷ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നപ്പോൾ, രണ്ടുപേരും ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് മുത്തുനബി തേങ്ങിക്കരയുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തുനബിയോട് ചോദിക്കുകയാണ്, ഫിദാക ബി വ ഉമ്മീ യാ റസൂലല്ലാഹ്.
അലിയാരി തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മ ഉപ്പയ തങ്ങൾക്ക് ദണ്ഡമാ അങ്ങക്ക് സമർപ്പിക്കുകയാ. തങ്ങളെക്കാൾ വലിയ ഉപ്പയില്ല, തങ്ങളെക്കാൾ വലിയ ഉമ്മയില്ല, തങ്ങൾക്ക് തരാൻ പറ്റാത്ത ഉപ്പ ഉമ്മയില്ല. അവിടുന്ന് കരയുന്നതെന്തിനാ, കോർക്കുന്നതെന്തോർത്തുകൊണ്ട് കരയുകയാ. ഹബീബ് പറഞ്ഞു, അലിയേ, മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ചില അനുഭവങ്ങൾ ഞാനൊന്ന് ഓർത്തു പോയതാ. ഇത് മദീനയിൽ വെച്ചാ, മിഅ്റാജ് നടന്നത് മക്കയിൽ വെച്ചാ. കൊല്ലങ്ങൾ കഴിഞ്ഞതാ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ചില അനുഭവങ്ങൾ ഓർത്തുകൊണ്ട്, സംഭവങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ. എന്തേ കരഞ്ഞ് ഞാനിതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നരകം കാണിച്ചു തന്നപ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ സ്ത്രീകളെയാണ് കൂടുതൽ നരകത്തിൽ കണ്ടത്. ആ കണ്ട കൂട്ടത്തിൽ ചില സംഭവങ്ങൾ കാണുന്നു. ഇന്നി റഅയ്തു ഇംറഅതൻ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. മുഅല്ലഖതൻ ബിലിസാനിഹാ, തന്റെ നാവ് അതാ മേൽപോട്ട് കെട്ടിയിരിക്കുന്നു, പിടിച്ചു കെട്ടിയിരിക്കുന്നു. നാവ് മേൽപോട്ട് പിടിച്ചു കെട്ടിയിരിക്കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നൊരു പെണ്ണിനെ ഞാൻ കണ്ടു. മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണിന്റെ വായിൽ കൂടി തീനാളങ്ങൾ, തീജ്വാലകൾ അകത്തേക്ക് കടന്നിട്ട് പിന്ദ്വാരങ്ങളിൽ കൂടി പുറത്തു പോകുന്നു. അതാ തന്റെ കാലും തന്റെ രണ്ട് കൈകളോട്, രണ്ട് സ്ഥലങ്ങൾ തന്റെ പെരടിയോട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. അത്തരത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടോ. വീണ്ടും ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടോ. ആ പെണ്ണിന്റെ തലമുടി മുഴുവനും മേൽഭാഗത്തേക്ക് പഴത്തിന്റെ കൊലകൾ കെട്ടിത്തൂക്കിയതുപോലെ കെട്ടിത്തൂക്കിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാ. ഇങ്ങനെ നീണ്ട സംഭവങ്ങൾ വിവരിക്കുന്നൊരു ഹദീസുണ്ട്. ഉമ്മമാരേ, അവനവന്റെ മുടി മറക്കാതെ, ശരീരത്തിന്റെ ആകർഷണീയമായ സ്ഥലങ്ങൾ മറക്കാതെ, അതാ മുടി മുന്നോട്ടാക്കിയിട്ടും തലമറക്കാതെയും നടക്കുന്ന പെണ്ണുങ്ങളില്ലേ, നൂറുകണക്കിന് പുരുഷന്മാരെ മുൻപിൽ മുടി തുറന്നിട്ടിട്ടും മുടി മുൻവശം കാണിച്ചിട്ടും ഒപ്പന പാട്ട് പാടി, അല്ലെങ്കിൽ തന്റെ ബോയ്സ് ഫ്രണ്ടിനെ സ്വീകരിച്ച് ആടി ഉലഞ്ഞ് കളിച്ചുകൊണ്ട് ആകർഷിപ്പിക്കുന്ന പെണ്ണുങ്ങളാ. നരകത്തിലുള്ള അനുഭവങ്ങളാ തങ്ങൾ വിവരിച്ചതാ. പഴയകാലത്ത് ഇതൊക്കെ ആലിമീങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. പറയുന്ന സമയത്ത് ഉമ്മമാര് കേട്ടിരുന്നു. ഈമാനുള്ളത് കൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തിയിരുന്നു, അവർക്കത് ഫലം ചെയ്തിരുന്നു. ഇന്നങ്ങനെയല്ല, കേൾക്കുന്നില്ല, കേട്ടാൽ ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, ഈമാനില്ല. ഓ സഹോദരിമാരെ, മറ്റു ചില ഒരു പെണ്ണ് പറഞ്ഞില്ലേ, നായയെപ്പോലെ പട്ടിയെപ്പോലെ മേലാവായിൽ കൂടി തീജ്വാലകൾ അകത്ത് കടന്ന് ആ തീജ്വാലകൾ ബിന്ദുവാരത്തിൽ കൂടി പുറത്തേക്ക് പോകുന്ന അതിശക്തമായിരിക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന പെണ്ണ്. അല്ലാഹ്, നന്ദികേട് ചെയ്യുന്ന പെണ്ണ. അതേ,
ഭർത്താവിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒത്തിരി വാചാലത കിട്ടുമ്പോഴേക്ക് അധിക പെണ്ണുങ്ങൾക്കും വല്ലാത്ത വാചാലതയാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് വിജയിക്കാൻ വലിയ തന്ത്രമാണ്. ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞില്ലേ, അതേ മലായിക്കത്തിന് ദർസ് നടത്തിയിരുന്ന, അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന ഇബ്ലീസുൽ ലഈൻ, ആ ഇബ്ലീസുൽ ലഈൻ എത്ര വല്ല കരുനീക്കം നടത്തിയാലും, എന്തൊക്കെ ശക്തി കഴിവുകളുണ്ടെങ്കിലും, ഇബ്ലീസിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫാ, പിശാചിന്റെ മന്ത്രങ്ങളും പിശാചിന്റെ കരുനീക്കങ്ങളും പിശാചിന്റെ കൗശലങ്ങളും അത് ദുർബലമാ, അത് വലിയൊരു സംഭവമല്ല. ആയത്തുൽ കുർസി ഓതിയാൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലെ പലതിനും പിടിച്ചു നിൽക്കാൻ പിശാചിന് കഴിയില്ല. ബിസ്മി ചൊല്ലുന്നിടത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അഊദു ഓതുന്നിടത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഇന്ന കൈദകുന്ന അളീം, പെണ്ണുങ്ങളാകുന്ന നിങ്ങൾ, നിങ്ങളുടെ ചതികളും നിങ്ങളുടെ ദുഷ്ടലാക്കുകളും നിങ്ങളുടെ ചതികളും നിങ്ങളുടെ യുക്തികളും അതിഭയങ്കരമാ. ഒട്ടുമിക്ക പുരുഷന്മാരെയും കുടുംബത്തിൽ നിന്നകറ്റുന്നത്, മാതാപിതാക്കളിൽ നിന്നകറ്റുന്നത്, മാതാവിനോട് വെറുപ്പുണ്ടാക്കിക്കുന്നത്, പിതാവിനോട് വെറുപ്പുണ്ടാക്കിക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് പിണക്കുണ്ടാക്കുന്നത്, അതിലൊട്ടുമിക്കവും പെണ്ണുങ്ങളാ, ഭാര്യമാരാ. ഇന്ന കൈദകുന്ന അളീം, നിങ്ങളെ ദുഷ്ടലാക്കുകൾ അതിഭയങ്കരമാ എന്ന് ഖുർആനിലില്ലേ, യൂസുഫ് സൂറത്തിലില്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഞ്ചനയിൽ പെടുത്താൻ വേണ്ടി ബീവി സുലൈഖ ശ്രമം നടത്തിയില്ലേ, പെട്ടെന്ന് വാക്ക് മാറ്റിയില്ലേ, ഐഡിയ മാറ്റിയില്ലേ. അതുകൊണ്ട് ഉമ്മമാരെ അറിയണം, അങ്ങനെ സംസാരിക്കരുത്. വാങ്കി വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. വാങ്കി വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാല് അതേ ഈമാന് നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, ഏറ്റവും കൂടുതൽ അതിൽ കൂടി വിളിച്ചു പറയപ്പെടുന്നത് അതേ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത്. അതുപോലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മുഹമ്മദ് എന്ന് പേര് വിളിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൂടാ, ആക്ഷേപിച്ചുകൂടാ, വഴക്ക് പറഞ്ഞുകൂടാ. ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കാനുള്ള കാരണമാണ് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൂടാ, ശബ്ദമുയർത്തിക്കൂടാ. അതേ വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു, ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പാട്ട് കേൾക്കരുത്, അവിടെ വെച്ച് ശബ്ദമുണ്ടാക്കരുത്, അവിടെ വെച്ച് മറ്റുള്ള അനാവശ്യങ്ങൾ പറയരുത്. എത്രത്തോളം വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കണം. ഖുർആൻ കൊണ്ടുവന്ന് ഓർവാൻ കയ്യിൽ പിടിച്ചു വരുന്ന കുട്ടിയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം. ഖുർആൻ പഠിച്ച ഒരു ഹാഫിളാണെങ്കിൽ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം.
നിൽക്കണം, മകനാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം. അത് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒന്നും മിണ്ടിക്കൂടാ. മിണ്ടണമെങ്കിൽ ഖുർആൻ കേൾക്കാത്ത സ്ഥലത്ത് പോകണം. അതേപോലെ ഒരു മനുഷ്യന്റെ ആഖിബത്ത് മോശമായി മരിക്കാനുള്ള ഒരു കാരണമാണ് മോനെ, ഹരേ സമ്പത്ത് സമ്പാദിക്കുമ്പോ എവിടുന്ന് കിട്ടിയാലും വേണ്ടിയില്ല, ഹലാലാണെങ്കിലും വേണ്ടിയില്ല, ഹറാമാണെങ്കിലും വേണ്ടിയില്ല, അതാണ് അർഹിക്കുന്നതാണെങ്കിലും വേണ്ടില്ല, എനിക്ക് മുതല് കിട്ടണം, പണം കിട്ടണം. ഈ ഒരു ചിന്തയാണ് ഒരു മനുഷ്യനുള്ളതെങ്കിൽ അവൻ ആഖിബത്ത് മോശമായി മരിക്കുന്നതാ. ഒരു ഫിൽസ് പോലും തന്റെ കയ്യിൽ വരുമ്പോ ഇത് എവിടുന്ന് കിട്ടിയതാണ്, ഇതെനിക്ക് അനുവദനീയമാണോ എന്ന് ഉറപ്പുവരുത്താതെ ഒന്നും എടുത്തുകൂടാ, സമ്പാദിച്ചുകൂടാ. ഇമാം അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉപജീവിത മാർഗത്തിന് വേണ്ടി വലിയ കച്ചവടക്കാരനാണ്. അഇമ്മത്തൊക്കെ കച്ചവടക്കാരും മറ്റു തൊഴിലുകളും ചെയ്തവരാണ്. അബൂ ഹനീഫ തങ്ങൾ വസ്ത്രക്കച്ചവടം ചെയ്തിരുന്നവരാണ്. ഈ 70 ജോഡി വസ്ത്രം വാങ്ങിയിട്ട് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ആ 70 ജോഡി വസ്ത്രം വാങ്ങി വിൽപ്പനയ്ക്ക് വെച്ച അബൂ ഹനീഫത്ത് തങ്ങൾ തന്റെ ജോലിക്കാരനായ കച്ചവടക്കാരനോട് പറയുന്നു, ഈ 70 ജോഡി വസ്ത്രത്തിൽ ഒരു ജോഡി പഴക്കം എന്ന വസ്ത്രമുണ്ട്. ഉപഭോക്താവിനോട് പറഞ്ഞു കൊടുക്കണം ഇതിന് പഴക്കമുണ്ടെന്ന്, ഇത് കെട്ടിൽ പഴക്കമുള്ള വസ്ത്രമാണെന്ന് പറയണം. സുബ്ഹാനല്ലാഹ്, ഏതൊരാളും വാങ്ങിക്കുമ്പോൾ വാങ്ങുന്നത് ശരിക്ക് പരിശോധിക്കുമല്ലോ. നാം ഒരു തുണി ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അവിടെയുള്ള സർവ്വ ഡ്രസ്സുകളും പുറത്തേക്ക് എടുപ്പിക്കും. എന്നിട്ട് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ടാന്നും പറഞ്ഞ് തിരിച്ചു പോരും. എല്ലാ ഉപഭോക്താക്കളും അങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ട് വാങ്ങുന്നവർ തന്നെ ശരിക്ക് പരിശോധിക്കും. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, പറ്റില്ല, നീ അങ്ങോട്ട് പറയണം ഇത് കെട്ടിൽ പഴക്കം എന്ന വസ്ത്രമാണ്. അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞ് കച്ചവടക്കാരനെ ഏൽപ്പിച്ചു പോന്നതാ. വൈകുന്നേരമായി 70 ജോഡി വസ്ത്രവും വിറ്റുകൊണ്ട് കാശുമായി അബൂ ഹനീഫത്ത് തങ്ങളെ അരികിൽ വന്നപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, ആ കേടുള്ള പഴക്കമുള്ള വസ്ത്രം കൊടുത്ത സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നോ? ഇത് പഴയ വസ്ത്രമാണെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നോ? ഓർമ്മപ്പെടുത്തിയിട്ടില്ല. അബൂ ഹനീഫ തങ്ങൾ ചെയ്തതെന്താണെന്നറിയുമോ? എന്നാൽ ഈ 70 ജോഡി വസ്ത്രത്തിന്റെ കാശും എനിക്ക് വേണ്ട, അങ്ങ് വിതരണം ചെയ്താളാ. ഹലാലാണെന്നുറപ്പില്ലാത്ത ഒരു വസ്ത്രം അതിൽ കൂടിയതിനാൽ എനിക്കത് വേണ്ട. ആഖിറം കൊണ്ട് വിശ്വാസമുള്ളവരാ, ആഖിറത്തിൽ ഉറപ്പുള്ളവരാ. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, ഞാൻ